വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടിക്കാണ് നജീമും ഈ നാട്ടുകാരും അണിചേരുന്നത്. തെരുവുനായ മൂന്നാം ഘട്ടമാണ് വരാൻ പോകുന്നത്. ഇത് നിങ്ങൾ പേടിക്കും. കാരണം എന്ന് പറഞ്ഞാലേ വെറും പേടിയല്ല, ഇതേ ബന്ധപ്പെട്ട അധികാരിയുടെ മുഖത്തേക്ക് കണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ സേഫ്റ്റി ആക്കുക. ഇതിനോടൊപ്പം നിങ്ങൾ എല്ലാവരും അണിചേരണം, ഒറ്റപ്പെടുത്തരുത്. മിനിമം 50 പട്ടികളെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കെട്ടിയിടാനുള്ള തീരുമാനമാണ്. മെയിനായിട്ട് അവന്മാർക്കാണ് കൈ കെട്ടിക്കഴിഞ്ഞാൽ കാലും കൈയും തല്ലുക. അത് നീ ഏത് പൊന്നുമോനാന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് കുറേ പട്ടിപ്രേമികളുണ്ട്, അവരെ വീട്ടിലേക്കും ഈ പട്ടികളെ പാക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? പൊതുജനങ്ങളെ പറ്റിക്കുന്നത്. പണ്ടായിരുന്നു പൊതുജനങ്ങൾക്ക് ഇപ്പം മുടി വെച്ച് തെരുവോരങ്ങളെ ആഹാരം കൊടുക്കുന്നത്. നിർത്തലാക്കുക. നിങ്ങളാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. പക്ഷെ ഇതിനൊന്നും ഞാൻ തോക്കത്തില്ല. ശരിക്കും ഒരു മനുഷ്യന്റെ അവസ്ഥയല്ലേ പിച്ചച്ചട്ടി കൈയിട്ട് വരുന്ന. കള്ള പോലീസിനെ നാണക്കേടാക്കുന്ന അവിടെ കുറച്ച് പോലീസുകാരുണ്ട്. അവരൊക്കെ കാറിൽ വരുന്നു പോകുന്നു അല്ലേ? തീർച്ചയായും അല്ലേ? അപ്പൊ അവർക്കൊന്നും ഈ പറയുന്ന തെരുവിലൂടെ അല്ലെങ്കിൽ റോഡിലൂടെ നടക്കുന്നവരെ പറ്റി യാതൊരുവിധ ചിന്തകളോ ഒന്നും തന്നെ ഇല്ല. നമസ്കാരം. കേരളത്തിലെ തെരുവു നായ്ക്കളുടെ കാര്യത്തിൽ യാതൊരു നടപടിയും സർക്കാർ നടപ്പിലാക്കാത്ത സാഹചര്യത്തിൽ തെരുവു നായ്ക്കളെ കൂട്ടിക്കൊണ്ട് പഞ്ചായത്തിലേക്ക് പുറപ്പെടുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടാം. എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ആരാണെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? തെരുവു നായ്ക്കൾ ഗണാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ സംസ്ഥാനം ഒട്ടാകെ തെരുവു നായ്ക്കളെ ജില്ലാ പഞ്ചായത്തിൽ ഓരോ ജില്ലയുടെയും പഞ്ചായത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ്. ഇതാരാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് പൊതുപ്രവർത്തകനായ നജീം കളങ്ങര. നജീം കളങ്ങര വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നജീമിന്റെ പ്രതിഷേധമാണ് ഈ കാണുന്നത്. ഇതേ ബന്ധപ്പെട്ട അധികാരിയുടെ മുഖത്തേക്ക് കണ്ടില്ല. കാരണം ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഈ ഇടയ്ക്ക് സ്കൂളിൽ ഒരു കുഞ്ഞ് മരിച്ചു. ഇത് ഇപ്പോൾ ഭയങ്കര ചർച്ചയായി. ഇതുകൊണ്ട് തന്നെ എത്ര കുഞ്ഞുങ്ങളെ പേപ്പട്ടി അടിച്ച് കൊന്നിട്ടുണ്ട് സ്കൂളിൽ കയറി. ഇപ്പം എത്ര എണ്ണം ഈ വിളക്കുടി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അധികാരികൾ മൗനം പാലിക്കുന്നു? ഞാൻ തെരുവുനായ മൂന്നാം ഘട്ടമാണ് വരാൻ പോകുന്നത്. ഇത് നിങ്ങൾ പേടിക്കും. കാരണം എന്ന് പറഞ്ഞാൽ വെറും പേടിയല്ല, കേരളത്തിനുള്ള എല്ലാ പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ പടിക്കിലേക്ക് മിനിമം 50 പട്ടികളെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കെട്ടിയിടാനുള്ള തീരുമാനമാണ്. നജീം, തെരുവ് നായ്ക്കൾ ശരിക്കും നമുക്കറിയാം റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം അല്ലെ? നാട്ടിലെല്ലാവരും വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഇത്തരത്തിൽ വലിയ രീതിയിൽ. അപ്പോൾ ഈ ഒരു പഞ്ചായത്തിലേക്ക് ഇത്രയും നായ്ക്കളെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ അത് ഉദ്ദേശിക്കുന്നത്? റിസ്ക് തന്നെയാണ്. പക്ഷെ പൊതുജനങ്ങൾ എല്ലാവരും കൂടെ സപ്പോർട്ടുണ്ട്. കൂടാതെ എൻ്റെ സംഘടന കേരള ജനമൈത്രി വികസന സമിതി എന്ന് പറയുന്ന സംഘടനയും ഒപ്പമുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇപ്പൊ ഈ ഭാഗത്ത് ഇത്രയും പട്ടിശല്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ പൊതുവായ ഒരു കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ട് ഇവിടുന്ന് പട്ടികളെ കളക്ട് ചെയ്തിട്ട് പഞ്ചായത്തിന്റെ പടിക്ക് കൊണ്ടുവന്ന് എത്ര ദിവസം വേണമെങ്കിൽ അവർ ആഹാരം കൊടുക്കുകയോ തീറ്റിയോ എന്താണെങ്കിലും ചെയ്തോട്ടെ. അതുകൊണ്ട് കുറെ പട്ടിപ്രേമികളുണ്ട്, അവരെ വീട്ടിലേക്കും ഈ പട്ടികളെ പാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ സൂക്ഷിക്കുക, പട്ടിപ്രേമികളായ നിങ്ങൾ. പഞ്ചായത്തിലേക്ക് വലിയ രീതിയിൽ ഒരു ബഹുജന പ്രക്ഷോഭമായി തന്നെയാണ് അല്ലെ ഇത്തരത്തിൽ നായ്ക്കളുമായിട്ട് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ആകാംക്ഷ ഉത്കണ്ഠയുമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇതിപ്പോ എന്തിനാ ജസ്റ്റ് നമുക്ക് ചെരുപ്പ് പോലും ഇടാൻ വയ്യ. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. രാവിലെ നടത്തക്കാർ, ബൈക്ക് യാത്രക്കാർ, ഇവരൊക്കെ എല്ലാം അപകടമായി തെരുവുനായി എന്തുകൊണ്ട് കൊല്ലണമെന്ന് ഒരിക്കലും എന്റെ നാവ് കൊണ്ട് പറയുന്നില്ല. കാരണം പക്ഷെ വന്ധ്യീകരണത്തിനുള്ള നടപടികൾ പോലും നടപ്പിലാക്കുന്നില്ല. എവിടെയാണ്? ഒരു ഉടായ്പുമാണ്. മഹാ ഉടായ്പ്. വാക്സിൻ എടുത്ത കുട്ടികളാണ് മരിക്കുന്നത്. അത് തന്നെ അങ്ങേറ്റത്ര കള്ളത്തരം. ഇത് വേറെ ഒന്നുമല്ല. അപ്പം താങ്കളെ പട്ടി അടിച്ചാലേ ഇവിടുന്ന് തെരുവിലിങ്ങനെ പട്ടി ഇറക്കി വിടുകയാണ്. എനിക്ക് അറിയാൻ പറ്റുന്ന സംഭവമാണ്. താങ്കളെ പട്ടിയെ കടിച്ചു കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ എത്ര ഉണ്ട്? 5000 രൂപയ്ക്കകത്തുണ്ട്. 7 ഇഞ്ചക്ഷൻ എടുക്കണം. ഇത് സർക്കാരിന്റെ ആശുപത്രി പോകുന്ന സർക്കാർ ആശുപത്രിയിലുണ്ട്. സർക്കാരും അങ്ങോട്ട് പൈസ അടയ്ക്കണ്ടേ? ഇതും വലിയൊരു മരുന്ന് മാഫിയയുടെ കളികളാണ്. അതുകൊണ്ട് തന്നെ ഈ പട്ടിപ്രേമികളെന്ന് പറയുന്നവരുണ്ട്. ഞാനും ഇതിനെയൊക്കെ സ്നേഹിക്കുന്നവരാണ്.
നിങ്ങളൊക്കെ ചെയ്യുവാന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ വീട്ടുകളിൽ കൊണ്ടുവന്ന് ആഹാരം കൊടുക്കുക. അല്ലാതെ കൊച്ചുങ്ങളെ ഞങ്ങളെയും ദ്രോഹിക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്നത് തെരുവോരങ്ങളിൽ ആഹാരം കൊടുക്കുന്നത് നിർത്തലാക്കുക. നിങ്ങളാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. കാരണം നിങ്ങൾ ആഹാരം കൊടുത്തിട്ട് പോകും. ഈ പട്ടികൾ എത്ര എണ്ണം ഈ റോഡുകളിൽ വണ്ടി ഇടിച്ച് ചാവുന്നു നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളാണ് ഈ പട്ടികളെ കൊല്ലുന്ന പട്ടികളെ കൊല്ലുന്നവർ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊല്ലുന്ന ആൾക്കാർ നിങ്ങളാണ്, തെരുവിൽ ആഹാരം കൊടുക്കുന്നവർ. ഇപ്പൊ തെരുവ് നായ്ക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വന്ധ്യംകരണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ തെരുവ് നായ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഈ പഞ്ചായത്തിൽ വലിയ രീതിയിൽ അവർ ശ്രദ്ധിക്കുന്നില്ല. അവരൊക്കെ കാറിൽ വരുന്നു പോകുന്നു അല്ലേ? തീർച്ചയായിട്ടും അല്ലെ? അപ്പൊ അവർക്കൊന്നും ഈ പറയുന്ന തെരുവിലൂടെ അല്ലെങ്കിൽ റോഡിലൂടെ നടക്കുന്നവരെ പറ്റി യാതൊരുവിധ ചിന്തകളോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ എത്ര കേസുകളാണ് ഈ കഴിഞ്ഞ മാസം തന്നെ റിപ്പോർട്ട്, ഏകദേശം 10 ലക്ഷത്തിലധികം കേരളത്തിൽ. പറയാൻ വേണ്ടി തീർക്കാൻ പറ്റത്തില്ല. അതെ, അതുകൊണ്ട് തന്നെ ഇത് തെരുവുനായ ആദ്യമേ ഒന്നിറങ്ങി അന്ന് സെക്രട്ടേറിയറ്റിൽ കറക്റ്റ് പട്ടിയുടെ രീതി കെട്ടിക്കൊണ്ട് ഇത് തന്നെ ഒരു ആൾ രൂപ ഒക്കെ വെച്ചുകൊണ്ട് കറക്റ്റ് ചെയ്ത്, രണ്ടാമത് ഈ തല പണിപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് ചെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പഠിക്കാൻ മുമ്പ് നിന്ന് എന്റേത് ഈ ഒരു തല 14,500 രൂപ എൻ്റെ പേപ്പർ വർക്കുകൾ ഇതെല്ലാം അവിടെയുള്ള കള്ള പോലീസ്, എനിക്ക് നല്ല പോലീസുകാർ എൻ്റെ ഒറ്റോർത്ത സുഹൃത്തുക്കളുണ്ട്, കള്ള പോലീസായ പോലീസിനെ നാണക്കേടാക്കുന്ന അവിടെ കുറച്ച് പോലീസുകാരുണ്ട്. പോലീസുകാർക്ക് തന്നെ നാണക്കേടുള്ളത് അത് എനിക്ക് തോന്നുന്നു മരുന്ന് കമ്പനിക്കാരൂടെ കൂട്ടി നിന്നിട്ട് ചെയ്ത പരിപാടി. മുഖ്യമന്ത്രി പോലും അറിഞ്ഞു കാണത്തില്ല. എൻ്റെ സാധനങ്ങൾ എല്ലാം അടിച്ചുകൊണ്ട് പോയി കള്ള പോലീസ്. പക്ഷെ ഇതിലൊന്നും ഞാൻ തോക്കത്തില്ല. ശരിക്കും ഒരു മനുഷ്യന്റെ അവസ്ഥ അല്ലെ, പിച്ചച്ചട്ടി കൈയിട്ട് വരുന്ന പിച്ചച്ചട്ടി. കാരണം എന്ന് പറഞ്ഞപ്പോ 54 ദിവസം എടുത്ത് എൻ്റെ മുട്ടുകാലയിലൊക്കെ ഇഴഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത്. സെക്രട്ടേറിയറ്റ് എല്ലാ ഭാഗങ്ങളും കറങ്ങി ആ ഫയൽ ഉൾപ്പെടെ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞ് ഞാൻ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് DGP ഉൾപ്പെടെ. ഞാൻ നേരത്തെ ഇറങ്ങുന്നതിനെക്കാട്ട് മുമ്പ് നിയമപരമായിട്ടെല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ അതിനെ പോലും DGP പോലും ഭാവക്കാതെ എടുത്തുകൊണ്ട് പോയ പോലീസുകാരെ എനിക്ക് കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. നിങ്ങൾ എന്തിനാണ്, നാടിന് തന്നെ ആപത്താണ്. ഇത് അറിഞ്ഞിട്ട് അവിടെ ആ കസേരയിലൊക്കെ ഇരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, പിച്ചച്ചട്ടി കൈയിട്ട് വരുന്ന പരിപാടിയൊക്കെ അവിടെയൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും എനിക്ക് വിഷയമില്ല. ഞാനിതിനകത്തെന്ന് പറഞ്ഞാല് പൊതുജനങ്ങളുടെ ഇടയ്ക്ക് ബക്കറ്റ് ഉരുവോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഒരു കൂലിപ്പണിക്കാനാണ്. എൻ്റെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഇവിടുത്തെ എല്ലാം കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോഴും വേണ്ട ഇറങ്ങാൻ പോവുകയാണ്. ഇവിടുത്തെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി. ഇന്ന് എനിക്ക് ഇത്തരത്തിൽ നിയമത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് അതിക്രമങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടുന്ന ഒരാളാണ് നജീം എന്ന് പറയുന്നത്. അപ്പൊ നജീമിന്റെ ഈ ഒരു ഇത്തരത്തിൽ ഇപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം, ഇത് എത്രമാത്രം ഫലം കാണുമെന്ന് പ്രതീക്ഷയുണ്ടോ? എനിക്ക് 100% വിശ്വാസമുണ്ട്. അധികാരികൾ ഒന്നേ നിങ്ങളിത് പട്ടികളെ നിങ്ങളുടെയൊക്കെ വീട്ടുകൾ കൊണ്ടുപോവുക, അല്ലെങ്കിൽ പട്ടിപ്രേമിയുടെ വീട്ടിൽ കൊടുത്തു വിടുക. ഈ തെരുവിൽ ആഹാരം കൊടുക്കുന്നുണ്ടല്ലോ, ഒരു 10-25 വീതം അവരെ കൊടുത്തുവിടുക. എന്തിനാ തെരുവിലായിട്ട്? നമ്മുടെ പഞ്ചായത്ത് ഏതാണ്? എന്റെ തേവലക്കര പഞ്ചായത്താണ്. ഈ തേവലക്കര പഞ്ചായത്ത് തന്നെ പൈസ അനുവദിച്ചു, പക്ഷെ സ്ഥലം കിട്ടിയില്ലെന്നും പറഞ്ഞ് ആ പൈസ തിരിച്ച് ജില്ലാ പഞ്ചായത്തിന് വിട്ടു. ഇപ്പൊ നടക്കുന്ന പണി എന്ന് പറയും, ഇപ്പൊ നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് ഒരിടത്തേ ഉള്ളൂ കിഴക്ക് ഒരു ഷട്ടർ അടിക്കാനുള്ള സംവിധാനമായി. ഈ ഇത് വന്നു കഴിഞ്ഞാല് ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു വാർഡിൽ നിന്ന് ഒരു പട്ടിയെ പോലും അവർക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ അറിഞ്ഞേക്കുന്ന 1 ഏക്കർ വസ്തുവാണ് ഇവിടെ കിടക്കുന്ന. കൊല്ലം ജില്ലയ്ക്കകത്ത് എത്ര പട്ടികളാണ് തെരുവ് നായ്ക്കള്? ഒന്ന് കണക്ക് കൂട്ടാവുന്നതിൽ അപ്പുറമാണ്. ഇവരെന്ത് മന്ദബുദ്ധിത്തരമാണ് കാണിക്കുന്നത്. ഇത് ജനങ്ങളെ കണ്ണി മണ്ണ് വരെ എന്തിനാ ഷട്ടർ ഒപ്പിച്ച് പത്തനത്തിനെ പിടിച്ചുകൊണ്ട് വിടാമല്ലോ. അതൊക്കെ നിങ്ങളുടെ കൈ വെച്ചിരുന്നാൽ ഓരോ പഞ്ചായത്തിന്, അല്ലെങ്കിൽ പോട്ടെ ഒരു മണ്ഡലം അനുസരിച്ച് നിങ്ങൾക്ക് ഒപ്പിക്കാവുന്നേ ഉള്ളൂ. മണ്ഡലത്തിന് ഒരു ഷട്ടർ ഒപ്പിക്കാം. അതൊന്നും കൂടാതെ ഒരു ജില്ലയ്ക്ക് ഒരെണ്ണം. നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? പൊതുജനങ്ങളെ പറ്റിക്കുന്നത്. പണ്ടായിരുന്നു പൊതുജനങ്ങൾക്ക് ഇതിപ്പം ബുദ്ധി വെച്ച് നിങ്ങളുടെ കൈ വെച്ചിരുന്നായി. അതുകൊണ്ട് ഇങ്ങനെ തേവലക്കര പഞ്ചായത്തിൽ വിവരാവകാശം എടുത്തായിരുന്നു. തെരുവ് നായ്ക്കള് എങ്ങനെ എത്രയും വർദ്ധിക്കുന്നു. വീട്ടുകളെ വളർത്തിയിട്ട് കൈയും കാലും ഓടിക്കുമ്പം കൊണ്ടുവന്ന് കളയുകയാണ് ചില ആൾക്കാർ. അന്നേരം അവരെ കറക്റ്റായിട്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട അവരുടെ ആവശ്യം കഴിയുമ്പോൾ മെയിനായിട്ട് അവന്മാർക്കാണ് കൈ കെട്ടിക്കഴിഞ്ഞാൽ കാലും കൈയും തല്ലി ഓടിക്കാം. അത് നീ ഏത് പൊന്നുമോനാന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ എടുത്ത് മടി വെച്ചുകൊണ്ട് പട്ടികളെ എടുത്ത് കാറിനായിട്ട് ഫ്രണ്ടിലൊക്കെ വെച്ചിട്ട് അവരാവശ്യം കഴിയുമ്പോൾ റോഡിൽ കൊണ്ട് കളയാണ്. ഈ തേവലക്കര പഞ്ചായത്തിൽ ഞാൻ വിവരാവകാശം വെച്ച് എത്ര പട്ടി ലൈസൻസ് ഉണ്ടെന്ന് ഇവിടെ ഇപ്പോൾ ഒരു വാർഡും കൂടെ കൂടിയിട്ടുണ്ട്. 24 വാർഡിലും കൂടെ ലൈസൻസ് കൊടുത്തേക്കുന്ന 18 പേർക്ക് മാനമില്ലല്ലോ. 18 ഇവിടെ ഒരു വീട്ടിൽ 4-5 പട്ടികളുണ്ട്. ഈ പട്ടിയൊക്കെ ലൈസൻസ് കൊടുക്കാനുള്ള യോഗ്യത പോലും ഓരോ പഞ്ചായത്തും കാണിക്കണം. ഇതിപ്പോ എന്റെ പഞ്ചായത്തിന് ഞാൻ പറഞ്ഞ
എന്റെ അപ്പൊ ഇതുപോലെ എത്ര പഞ്ചായത്തിലായിരിക്കും ഇത്ര അഴിമതി നടക്കുന്നത്? അഴിമതിയുടെ ഈ മരുന്ന് മാഫിയൊക്കെ അത് തന്നെ നല്ല അഴിമതി നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അടിയന്തരമായിട്ട് പറയാനുള്ളത് പൊതുജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി സഹകരിക്കുക. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വില, അതെ, കുഞ്ഞുങ്ങളെ നമ്മൾ സേഫ്റ്റി ആക്കുക. ഇതിനോടൊപ്പം നിങ്ങൾ എല്ലാവരും അണിചേരണം, ഒറ്റപ്പെടുത്തരുത്. അതെ. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടിയിലേക്കാണ് നജീം പോകുന്നത്. കാരണം കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലേക്കും 50 തെരുവ് നായ്ക്കളെ വീതം എത്തിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അവരുടെ വീടുകളിലും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്ഥലങ്ങളിലൊക്കെ എത്തിക്കുക എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടിക്കാണ് നജീമും ഈ നാട്ടുകാരും അണിചേരുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിലുവനിത്സൻ, വിസ്മയ ന്യൂസ്.